പ്ലസ് ടുവിന് ശേഷം എൻജിനീയറിംഗ് പഠിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് എൻജിനീയറിംഗ് കോളേജുകളുണ്ട് അല്ലേ? ഹൗ ക്യാൻ യു ചൂസ് ദി റൈറ്റ് എൻജിനീയറിംഗ് കോളേജ് ടു പർസ്യൂ യുവർ ഡ്രീം? ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 1. അക്രഡിറ്റേഷൻ ആൻഡ് അഫിലിയേഷൻ. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICTE അപ്രൂവ്ഡ് ആണോ എന്ന് പരിശോധിക്കുക. മാത്രമല്ല, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയുമായി അഫിലിയേറ്റഡ് ആയിരിക്കുന്ന കോളേജുമായിരിക്കണം. ഇതുകൂടാതെ NAAC NBA പോലുള്ള നാഷണൽ ലെവൽ അക്രഡിറ്റേഷൻ കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ ആ കോളേജ് നമുക്ക് നൽകുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും സൗകര്യങ്ങളുടെയും സൂചനയാണത്. 2. ഫാക്കൽറ്റി ആൻഡ് ടീച്ചിങ് ക്വാളിറ്റി. എ ഗ്രേറ്റ് കോളേജ് ഈസ് നത്തിങ് വിത്തൗട്ട് ഗ്രേറ്റ് ടീച്ചേഴ്സ്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിലെ അധ്യാപകർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇവയൊക്കെ പരിഗണിക്കണം. മാത്രമല്ല, റിസർച്ച് പബ്ലിക്കേഷൻസ് ഉള്ള, PhD ഉള്ള, ഇൻഡസ്ട്രി എക്സ്പോഷറുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന കോളേജുകളായിരിക്കണം നിങ്ങൾ എൻജിനീയറിംഗ് പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. 3. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാബ് ഫെസിലിറ്റി. ചില കോളേജുകൾക്ക് AICTE അപ്രൂവൽ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഇവയൊക്കെ ഉണ്ടാവും. പക്ഷേ നിലവാരമുള്ള ലാബ് ഫെസിലിറ്റീസ്, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയൊന്നും ഉണ്ടാവാറില്ല. എൻജിനീയറിംഗ് പഠനം എന്നുള്ളത് വെറുതെ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാനുള്ള ലാബ് ഫെസിലിറ്റീസ്, അതുപോലുള്ള മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവയൊക്കെ വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇവ കൂടാതെ കൾച്ചറൽ ഈവൻറ്റ്സ്, സ്പോർട്സ് ഈവൻറ്റ്സ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇവയൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. 4. പ്ലേസ്മെൻറ്റ് റെക്കോർഡ്. ചില കോളേജുകൾ വളരെ ഫാൻസി ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ബ്രോഷേഴ്സ് നമ്മളെ കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് 80% പ്ലേസ്മെൻറ്റ് റെക്കോർഡുണ്ട് എന്നൊക്കെ വെറുതെ ചുമ്മാ അതങ്ങ് അടിച്ചുവിടും. പക്ഷേ ഇവയിൽ കൂടുതലും ഫേക്ക് പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും. വെറുതെ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ചോദിക്കാതെ മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ ഏതൊക്കെ കമ്പനികളിലാണ് പ്ലേസ് ആയിട്ടുള്ളത്, എന്തൊക്കെ ജോബ് റോൾസിലാണ് പ്ലേസ് ആയിട്ടുള്ളത്, അവരുടെയൊക്കെ ആവറേജ് സാലറി എത്രയാണ്, ഇവയൊക്കെ നിങ്ങൾക്ക് തിരക്കി നോക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതുകൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളോടും നിങ്ങളുടെ സീനിയേഴ്സിനോടുമൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. 5. ഇൻഡസ്ട്രി എക്സ്പോഷർ. നമ്മൾ പഠിക്കുന്നത് എൻജിനീയറിംഗ് ആണ്. വെറുതെ ബുക്സിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് ഒരാളും എൻജിനീയർ ആവില്ല. അതിനായി ഇൻഡസ്ട്രി എക്സ്പോഷർ വേണം. ഹാക്കത്തോൺസ്, ഇൻഡസ്ട്രി വിസിറ്റ്സ്, ഇൻറ്റേൺഷിപ്സ് ഇവയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ ലഭിക്കും. ഇവയൊക്കെ നൽകുന്ന കോളേജാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻജിനീയർ ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് മാത്രമായി മാറും. ഹോപ്പ് യു ഗോട്ട് ദ ഡിഫറൻസ്. ഇത് കൂടാതെ മറ്റ് 2 കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. 1. AI, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി പോലുള്ള ഇൻ ഡിമാൻഡ് സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻജിനീയറിംഗ് കോളേജസ് ഉണ്ടെങ്കിൽ അവയ്ക്ക് പ്രയോറിറ്റി നൽകണം. രണ്ടാമതായി വാല്യൂ ഫോർ മണി. നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് പരിഗണിക്കുക. പല കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചർ വ്യത്യസ്തമായിരിക്കും. കമ്പയർ ചെയ്യുക, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോളേജ് തിരഞ്ഞെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വീടിനടുത്തുള്ള, നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള ഒരു കോളേജ് അല്ല നിങ്ങളുടെ എൻജിനീയറിംഗ് പഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. പകരം നിങ്ങൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന, നിങ്ങളുടെ ഗ്രോത്ത് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കോളേജായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അവയ്ക്ക് ഉത്തരം ഞാൻ കമൻ്റായി തന്നെ നൽകാം.